നമസ്കാരം. ഹരിതകേരള ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കറിയാം, ഭൂമിയിൽ ലഭ്യമായതിൽ ഏറ്റവും നല്ലൊരു ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ കോഴിമുട്ടയും കോഴിയിറച്ചിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടമ്മമാർക്ക് അധിക വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റും. നമുക്ക് വീട്ടിലേക്ക് വന്ന് കോഴിമുട്ട കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് എത്ര മുട്ട കിട്ടി? മോള് എത്ര കിട്ടി? ഇന്ന് കൊള്ളാം, ഏകദേശം 9 മുട്ട. 9 എണ്ണം കിട്ടി. താഴ്ന്നോ? താഴത്തെ എടുത്തില്ല, എടുക്കാൻ പോകും. എടുത്താലോ? അപ്പൊ ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് കൊടുക്കാം. ഇത് വേറെ തീറ്റ ഉണ്ടോ? ഇന്ന് അത്യാവശ്യം ഉണ്ടോ? പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ട്. ഇതവിടെ വെക്കാം. ബെന്നിച്ചാന്ന് എടുത്തു തരുമോ? ഇച്ചിരി വെയിറ്റ് ഉണ്ട്, കുറെ ഉണ്ടല്ലോ. പൊട്ടിപ്പോവും, മെല്ലെ ഇട്. നല്ല ചൂടുണ്ടല്ലോ. ഇപ്പൊ ഇട്ടാണോ? ഇട്ടാ തോന്നുന്നു. ഒരെണ്ണം ഇപ്പൊ ഇറങ്ങി പോയിട്ടേ ഉള്ളൂ. അതിനകത്ത് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇത് 5 എണ്ണം ഉണ്ടല്ലേ? 5 എണ്ണം. അപ്പൊ 9 5 കിട്ടി. 9 5 14 എണ്ണം കിട്ടിയെന്ന്. ഇല അടിച്ചു വീശുവല്ലേ അവര്? അത് നോക്കിയിരിക്കുകയായിരുന്നു. ഇത് കൊടുക്കാം. വേസ്റ്റ് ഉണ്ട്, കുറച്ച് ഗോതമ്പുണ്ട്. കൊടുക്കട്ടെ. ഗോതമ്പ് നല്ല സാധനം കേട്ടോ. അല്ലെ, മുട്ട ഇടാൻ വേണ്ടിട്ട് പാത്രം എടുക്കാം. അമ്മച്ചിയൊക്കെ പറയാറുണ്ട് ഗോതമ്പ് കൊടുക്കണം. അത് നമ്മള് അങ്ങോട്ട് കുറച്ച് മുകളിലും കൊടുക്കാം. കുറച്ച് ഗോതമ്പല്ലേ ഇന്നത്തെ ഭക്ഷണം ഇതായി അല്ലേ? മാറിയിക്കട. മത്സരമാണോ? എല്ലാം ഇല്ലേ തിന്നാന്? മോളെ ഇച്ചിരി വെള്ളം കിട്ടണം കോഴിക്ക് കൊടുക്കാൻ. കഴുകണം. പിന്നെ മഞ്ഞളുടെ കുപ്പിയും കൂടെ കൊടുക്കും. മഞ്ഞളിട്ടാലും നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ ഇതുങ്ങൾക്കും രോഗപ്രതിരോധ ശക്തിയുണ്ട്. കോഴി വസന്ത അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രതിരോധിക്കാൻ മഞ്ഞളിട്ട് നല്ലപോലെ ഇളക്കി ചേർത്ത് വെച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടമ്മമാർക്ക് അധിക വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റും. നമുക്ക് വീട്ടിലേക്ക് വന്ന് കോഴിമുട്ട കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഒരു 5 സെൻറ്റുകാരനും 3 സെൻറ്റുകാരനും 10 സെൻറ്റുകാരനും വരുമ്പോൾ ഇതേപോലത്തെ ഒരു കോഴിക്കൂട് വെച്ച് കഴിഞ്ഞാൽ സംഘടിപ്പിച്ച് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന കോഴിമുട്ട നമുക്ക് ഇതിലൂടെ കിട്ടുകയും ചെയ്യും. നല്ല കോഴിയിറച്ചി നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കൂട് നമ്മളൊരു 10 വർഷം കഴിഞ്ഞിട്ട് അപ്പം വെൽഡ് ചെയ്ത് റെഡിയാക്കിയിട്ട് ഇപ്പം നമുക്ക് മുകളിലത്തെ 2 തട്ടായിട്ടാണ് ഇതല്ലേ. ഒരു തട്ടിൽ മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു തട്ട്, താഴെ അതുപോലെ തന്നെ ഒരു തട്ട്. മുകളിൽ ഒരു 10 കോഴിയുണ്ട്, താഴെ 9 കോഴിയുണ്ട്. അങ്ങനെ 19 കോഴികളുണ്ട്. 19 കോഴി ആവറേജ് നമുക്കൊരു 15 മുട്ട വെച്ച് കിട്ടുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു വരുമാന മാർഗ്ഗമുണ്ടോ. ഞങ്ങൾക്കൊരു അങ്ങനെ 30 ദിവസത്തേക്ക് ഒരു 15 കോഴിമുട്ട വെച്ചിട്ട് 30 ദിവസം പോയിട്ട് ഒരു 450 മുട്ട കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ പുറത്ത് വിൽക്കുന്നുണ്ട് 10 രൂപ വെച്ച്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നല്ലൊരു വരുമാനം അതിലൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ ആരെങ്കിലും നമ്മൾ കൈ നീട്ടണ്ട. തീരെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്കൊക്കെ അവലംബിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യം. ബാക്കിയുള്ളവരെ ആശ്രയിക്കാതെ നല്ലതായിട്ട് നമുക്കൊരു കുടുംബജീവിതം മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അങ്ങനെ വരുമ്പോൾ ആളുകൾ ചോദിക്കുന്നത്, സിറ്റിയിൽ താമസിക്കുന്നവർക്കൊരു ഭയങ്കര മണമായിരിക്കില്ലേ? മണമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇതിന് മുകളിൽ എന്താണ് ഇതിൽ ചകിരിച്ചോറ് അല്ലെങ്കിൽ മില്ലിൽ നിന്ന് കിട്ടുന്ന
തടിമില്ലിൽ നിന്ന് കിട്ടുന്ന അറക്കപ്പൊടി ഉണ്ട്, അതൊക്കെ ഇടയ്ക്കിട്ട് ഇട്ട് കൊടുക്കും. 2 ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കും, അറക്കപ്പൊടി ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ താഴെ എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഇതെല്ലാം നമ്മൾ മൊത്തം ഒന്ന് മാറ്റും. ദേശം ഹോംവർക്ക് വേണം കേട്ടോ, എല്ലാം നമ്മൾ ഈസി ആയിട്ടൊന്നും വിചാരിക്കില്ല നമ്മൾ. അപ്പോൾ അറക്കപ്പൊടി ഇടയ്ക്കിടയ്ക്ക് മാറ്റി, അത് നല്ലൊരു വളമാണ് പച്ചക്കറികൾക്ക് ഇടാൻ വേണ്ടി. പച്ചക്കറിയിൽ നല്ല വിളവ് കിട്ടും. ഇപ്പം നമ്മളിപ്പോൾ മെയിനായിട്ട് കൊടുക്കുന്ന തീറ്റ ഇതാണല്ലേ, നമ്മൾ വീട്ടിലെ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുന്ന മുട്ടത്തോട്, ഉള്ളിത്തൊലി, പഴുത്തിന് തൊലി, ചോറൊക്കെ മാറ്റി വന്നു അതെല്ലാം നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു വേസ്റ്റ് പോലും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള പുല്ല്, അവർക്ക് ഞങ്ങൾക്ക് ചീരച്ചെമ്പുണ്ട് കേട്ടോ. ചീരച്ചെമ്പൊക്കെ തിന്നുന്ന കാണുന്നതിന് എന്ത് രസമാണെന്നറിയാമോ? ചീരച്ചെമ്പ് ഇന്നൊരു 4-5 ഇല കൊടുത്താൽ സ്കെൽറ്റനാക്കി കണ്ടില്ലേ, വളരെ ഭംഗിയായിട്ട് തിന്ന് ഫുള്ള് ഇലകളൊക്കെ കൊടുക്കും. അപ്പോൾ അത്രമാത്രം സമ്പുഷ്ടമായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നം. അതായത് കോഴിമുട്ടയ്ക്കാണെങ്കിലും ഇറച്ചിക്കൊക്കെ ആണെങ്കിലും യാതൊരു മായവും ഇല്ലാത്തത് നമുക്ക് സത്യം പറയാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് രാവിലെ ഒരു 10 മിനിറ്റ് മതി ഇതിന് വേണ്ടിയിട്ടൊന്ന് ചെറിയ നമ്മൾ മറ്റു ജോലിയിലേക്ക് പോകുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ പ്രകൃതിയുടെ ഭാഗമല്ലേ, കിളികളും പക്ഷികളും കോഴികളും ഒക്കെ അല്ലേ, ഇതിനോടല്ല സംവദിക്കുക എന്നൊക്കെ പറയാൻ നമ്മുടെ മനസ്സിനും ഒക്കെ ഒരു സന്തോഷം കിട്ടുന്ന ഒരു സ്റ്റേജ് കൂടിയാണ്. ഇതുപോലെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വരുന്നതാണ്.